എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി അധികം പഴുക്കാത്ത പഴം നമുക്കൊന്ന് തൊലി ഉരിച്ചെടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടാണ് ആവി കയറ്റുന്നത്. അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ കീറി എടുക്കാം. ഇതെല്ലാം എടുത്ത് കളയണം. അവിച്ചിട്ട് ആവി കയറ്റിയതിന് ശേഷം ചൂടോടെ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മളതങ്ങ് മാറ്റണം. ഇതിൻ്റെ ഉള്ളിലെ നാരും ഇതിൻ്റെ പുറത്തുള്ള നാരും എല്ലാം നമ്മൾ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റാം. ഈ സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് 2 മിനിറ്റ് ആവി കയറ്റാം. സ്റ്റീമറിൽ നിന്നെടുത്ത് മാറ്റാം. പിന്നെ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഈ പരുവത്തിൽ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളൊരു കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് ഇത്തിരി തേങ്ങ വേണം, അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരിങ്ങ വേണം, ശർക്കര വേണം, ഏലക്ക വേണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ശർക്കര ഒഴിക്കണം. ഇതിൽ തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് ഇത് 1 മുറി തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഏലക്കായും കൂടെ പൊടിച്ച് എടുക്കാം. ശർക്കര ചേർക്കുന്നവർക്ക് ശർക്കര ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തത്. ഒരു 3 സ്പൂൺ പഞ്ചസാരയും പൊടിച്ച ഏലക്കായും കൂടെ ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കി ഇറക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഉടച്ച് വെച്ച പഴം ഒന്നിങ്ങനെ കയ്യിലെടുത്ത് പരത്തി കൊടുക്കാം. ചപ്പാത്തി പ്രസ്സിൽ വെച്ച് വേണമെങ്കിൽ പരത്താം, പക്ഷേ ഞാൻ ഇങ്ങനെ പരത്തുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ കൂട്ട് തയ്യാറാക്കിയത് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ആ കൂട്ട് മാറ്റിയ പാത്രത്തിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉന്നക്കായും ഇതിലിട്ട് മൂപ്പിച്ചെടുക്കും. ഇതേ ആകൃതിയിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് അതിനകത്ത് കൂട്ട് നിറച്ച് എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു സൈഡ് ചുവന്ന് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഉന്നക്കായ ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.